നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. വീണ്ടും റഫറിമാരുടെ മിസ്റ്റേക്ക് വല്ലാത്ത രൂപത്തിലേക്കാണ് ഇവർ ISL കൊണ്ടുപോകുന്നത്. കളിയുടെ റിസൾട്ടിനെ ബാധിക്കുന്ന തരത്തിലുള്ള മിസ്റ്റേക്കുകൾ റഫറിമാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ ഫ്രസ്ട്രേഷനാണ് അതിന് ഇരകളാകുന്ന ടീമുകൾക്കുണ്ടാക്കുക. ഇന്നിപ്പോൾ ഒഡീഷ FC-ക്കെതിരെ രാഹുൽ KPക്കെതിരെ 44-ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കൊടുത്തു. അത് റെഡ് കാർഡാണോ എന്നുള്ളൊരു ചോദ്യമാണ്. ഫിലിപ്പ് മെർസ്ലാക്കിനെ ഒരു വൈൽഡ് ടാക്കിൾ ചെയ്തു എന്നാണ് റഫറി വിധിക്കുന്നത്. യഥാർത്ഥത്തിൽ ബോൾ പോയി, വീണ്ടും ആ ബോൾ കിട്ടാനുള്ള അവസരം ഉണ്ടായപ്പോൾ രാഹുൽ അതിലേക്ക് നീങ്ങിയതാണ്. അതേസമയം ചവിട്ട് കൊണ്ടത് എതിരാളിയുടെ ആംഗിളിലായി പോയി. അത് ഇൻറ്റൻഷനലി സംഭവിച്ചതല്ല എന്നുള്ളത് വ്യക്തമാണ്. അത് റെഡ് കാർഡല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും വിലയിരുത്തുന്നത്. പക്ഷേ റഫറി അത് റെഡ് കാർഡ് കൊടുത്തു. 10 പേരായിട്ട് ചുരുങ്ങുന്നു ഒഡീഷ FC. തൊട്ടു പിന്നാലെ എതിരാളികൾ ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്യുന്നു. ആ ഗോളാവട്ടെ ഏതാണ്ട് ഒരു ഓഫ് സൈഡ് പോസ്റ്റിൽ നിന്നുള്ള ഗോൾ കൂടിയാകുമ്പോൾ എന്തായിരിക്കും ഒഡീഷ FCക്ക് ഉണ്ടാകുന്നൊരു ഫ്രസ്ട്രേഷൻ. ഹാഫ് ടൈം സമയത്തുണ്ടായ കശവിഷയൊക്കെ നമ്മൾ കണ്ടു. വല്ലാത്തൊരു അവസ്ഥയാണ് ഈ ISL ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 51-ാമത്തെ മിനിറ്റിൽ ഐസക്കിൻ്റെ ഗോളിലൂടെ ഒഡീഷ സമനില പിടിച്ചിട്ടുണ്ട്. മത്സരം 1-1 സമനിലയിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചിലരൊക്കെ കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നവരുണ്ട്. അതായത് 2024 സെപ്റ്റംബർ 16 രാഹുൽ KP ഒരു റെഡ് കാർഡിൽ നിന്ന് പഞ്ചാബ് FCക്കെതിരെ രക്ഷപ്പെട്ടതാണ്. ലൂക്ക മെയ്സനെ അന്ന് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമ്പോൾ ഫൗൾ ചെയ്തതിന് റെഡ് കാർഡ് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടയാൾ ഇപ്പോൾ ആ റെഡ് കാർഡ് വാങ്ങി ഫൈനലി ഗെറ്റ്സ് എ റെഡ് കാർഡ് ഫോർ വെരി സിമിലർ റഫ് ചാലഞ്ച് ഓൺ പഞ്ചാബ് FC സ്റ്റാർ ഫിലിപ്പ് മെർസ്ലാക്ക്. കേൾനൗവിൻ്റെ പോസ്റ്റാണത്. അപ്പോൾ ആ രൂപത്തിൽ ഫൈനലി രാഹുൽ അർഹിച്ച റെഡ് കിട്ടി എന്ന് വിലയിരുത്തുന്നവരുണ്ട്. എന്താണ് ഇതൊക്കെ തുലനം ചെയ്യുന്നവരോട് എന്ത് പറയാനാണ് എന്നുള്ള ചോദ്യമേ ആ കാര്യത്തിൽ ആളുകൾക്ക് ഉണ്ടാവുകയുള്ളൂ. എന്തായാലും 1-1 സമനിലയിൽ മത്സരം അവസാനിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ചിന്തിക്കുന്നത് കാര്യങ്ങൾ അവരുടെ വഴിയിലേക്ക് വരുന്നുവോ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞതാണ്, ഫെബ്രുവരിയിൽ ബ്ലാസ്റ്റേഴ്സ് അധികവും കാഴ്ചക്കാരുടെ റോളിലാണല്ലോ. 2 കളികളെ കളിക്കാനുള്ളൂ. ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഈ ഒരു പ്ലേ ഓഫിന് വേണ്ടിയിട്ട് പോരാടുന്നവർക്കൊക്കെ കളിയുമുണ്ട്. ഇപ്പോൾ പഞ്ചാബ് ഈ കളി വിജയിക്കാതെ വന്നതോടെ 19 കളി 24 പോയിന്റ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ അതേ രൂപത്തിൽ തന്നെയായി 9-ാം സ്ഥാനത്താണ് അവർ. നേരത്തെ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ 2 കളി കുറച്ചാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നതെന്നും അവർക്ക് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ സാധ്യതയുണ്ടെന്നും വിലയിരുത്തിയവരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സംഗതി ഒക്കെ ആയി. 19 കളികൾ 24 പോയിന്റ്. ബ്ലാസ്റ്റേഴ്സിന് താഴെ തന്നെ അവർ നിൽക്കുന്നു. ഒഡീഷ ഈ കളി വിജയിക്കാതെ വന്നതോടെ 20 കളികളിൽ നിന്ന് 26 പോയിന്റ് എന്ന രൂപത്തിലായി. ബ്ലാസ്റ്റേഴ്സ് അടുത്ത കളി വിജയിച്ചാൽ, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയാണ് എന്ന് മറക്കുന്നില്ല, വിജയിച്ചാൽ ഒഡീഷയേക്കാൾ കൂടുതൽ പോയിന്റിലേക്ക് എത്താനും പറ്റും. 27 പോയിന്റ് ആകും. അങ്ങനെ വന്നാൽ 6-ാം സ്ഥാനത്തുള്ള നോർത്ത് ഈസ്റ്റിൻ്റെ തൊട്ടരികിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഉയരുകയും ചെയ്യും. സോ സാധ്യതകൾ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ സ്വന്തം മത്സരങ്ങൾ വിജയിക്കാതെ ഒട്ടും മാർഗമില്ല. സ്വന്തം മത്സരങ്ങൾ വിജയിക്കണം. അതോടൊപ്പം സാഹചര്യങ്ങൾ ഇങ്ങനെ അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളത് പ്രതീക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ 12-ാം തീയതിയാണ് അടുത്ത മത്സരമുള്ളത്. മുംബൈ സിറ്റിയും ഗോവയും തമ്മിലുള്ള മത്സരം. മുംബൈ സിറ്റി തോൽക്കുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി സംഭവിക്കുന്നത്. അതിനുശേഷം ജംഷഡ്പൂരും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ 13-ാം തീയതിയിലെ കളിയുണ്ട്. ആ കളി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി സംഭവിക്കേണ്ടത്. കാത്തിരിക്കാം എന്തൊക്കെയായിരിക്കും ആ മത്സരങ്ങളിൽ ഉണ്ടാവുക എന്നറിയാൻ വേണ്ടി. എന്തായാലും ഈ സംഗതി വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. റഫറിമാരുടെ മിസ്റ്റേക്ക് തുടരുന്നു എന്നുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.